ആ വാറ്റടിച്ചിട്ട് കണ്ണിൻ്റെ കാഴ്ച പോയതാണോ അതേ പവർ കട്ടാണോ? കാട്ടിലായതുകൊണ്ട് ഇവിടെ ഇനി കറണ്ട് ഉണ്ടാവും. വാ നോക്കാം. ഹലോ ഹലോ, ഇവിടെ ആരുമില്ലേ? ആരുണ്ടാകാനാ ബൈ? ഈ കാടിൻ്റെ നടുവിലെ വീട്ടിൽ ഒറ്റയ്ക്ക് വെട്ടമില്ല വിളിച്ചില്ലാണ്ട്. അവിടെ ഒരു വെളിച്ചം. അതിനവിടെ ഒരു വെളിച്ചം. വാ. കിച്ചു, എനിക്ക് പേടിയാവുന്നു. എന്തിനാ പേടിക്കണേ? നിനക്ക് പേടിയാവുണ്ടെങ്കിൽ എന്നെ കെട്ടിപ്പിടിച്ചോ. വേണ്ട, ഞാൻ നിന്റെ കൈ പിടിച്ചോ. ഇല്ല, കൈങ്കി കൈവാ. എന്നെ കാണാൻ ഗസ്റ്റുകൾ ആരും ഇവിടെ വരാറില്ല. വന്നാലും എന്നെ കാണാൻ പറ്റാറില്ല. അതെന്താ, മാഡം വല്ല പ്രേതോ ഭൂതോ വല്ലാണോ? അതല്ല ഉദ്ദേശിച്ചത്. ഈ കാടും ട്രെക്കിങ്ങും എല്ലാം ആരെ ഇഷ്ടപ്പെടാത്തെ? അടച്ചിട്ട മുറിയിൽ ഇരിക്കുന്നതിനേക്കാൾ കാട് കയറി നടക്കുന്ന ആളാണ് ഞാൻ. അല്ല മാഡം, ഇത്രയും വലിയൊരു വീട്ടിൽ വെളിച്ചമില്ലാതെ ഞങ്ങൾ കഴിയാനാണോ? ഞങ്ങളുടെ മൊബൈൽ കത്തിരിക്കുക, ഒരു ഇച്ചിരി കറണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു കാറ്റടിച്ചാൽ കരണ്ട് പോകും. കണ്ടില്ലേ, ഞാനൊന്ന് ആസ്വദിച്ച് വരികയായിരുന്നു. നിങ്ങളിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. നല്ല വിശപ്പ്. ഇനി എന്തെങ്കിലും തിന്നിട്ടാവും ബാക്കി. എനിക്കൊന്ന് കുളിക്കണം, ആ സ്മെല്ല് ഇതുവരെ പോയിട്ടില്ല. ബാത്റൂം മുകളിലുണ്ടല്ലോ. ദാ ഈ തിരി കൈ വെച്ചോളൂ. എന്തായാലും ഇത്രയും വലിയൊരു കാട്ടിൽ ഈ ഒരു സെറ്റപ്പ് പ്രതീക്ഷിച്ചില്ല. അതെ അതെ, ഇത്രയും കിടക്കാച്ചി സെറ്റപ്പിനെയും പ്രതീക്ഷിച്ചില്ല. എന്താ സ്ട്രക്ചർ! എൻ്റെ പൊന്നോ, ചേച്ചീനെ ഒരു മനുഷ്യനാക്കും. അത് ഞാൻ തന്നെയാണ്. ഒറ്റയ്ക്കാണെങ്കിലും എനിക്ക് മോഡേൺ ആയിരിക്കണതാ ഇഷ്ടം. അല്ല, പേര് ഇതുവരെ പറഞ്ഞില്ല. സോറി, ഞാൻ കാൻഡി. ആൻറ്റി, നല്ല സ്വയംഭം പേര്.
ക്യാൻഡി. ഓ, ഞാൻ കിച്ചു. ഇത് ഡയമണ്ട്. അല്ല, എൻ്റെ പേര്? നിങ്ങൾ ഇത്രയും നടന്ന് ക്ഷീണിച്ചതല്ലേ, ദാ ഈ ജ്യൂസ് കുടിച്ചോളൂ. ഇതെൻ്റെ ഒരു സ്പെഷ്യൽ മിക്സാണ്. കുറേ നാളായി എനിക്ക് ഗസ്റ്റ് വന്നിട്ട്. സോ ഹാപ്പി. എന്തായാലും ഇന്നത്തെ ഈ രാത്രി ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. അതെ അതെ, ഇവിടെ വരാൻ വൈകിപ്പോയി. അതേ ഉള്ളു ഇപ്പോഴുള്ള ആകെപ്പാടുള്ള വിഷമം അല്ലേ ബായ്? ആ വിഷമമൊക്കെ മാറ്റി സന്തോഷത്തോടെ നിങ്ങൾ ഇവിടുന്ന് പോകും, പോരെ? ഇതെന്തിത്? സത്യം ഞാൻ കണ്ടു. ഗുഡ് ഈവനിങ് ഗൈസ്. എടാ ജോണേ, നിന്നെ കണ്ടിട്ടാണോ ഈ കൊച്ചിങ്ങനെ പേടിച്ചേ? പേടിച്ചോ? എന്തിന്? ഓ ഐ എം സോറി ടു. ജോൺ മുകളിലുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ വിട്ടുപോയി. കിച്ചു, ഞാൻ ശരിക്കും പേടിച്ചോടാ. ഇക്കണക്കിന് ഈ കൊച്ചി ഈ കാട്ടിലെ മാടനും മറന്ന് കണ്ടാൽ എന്തായിരിക്കും? ഇത് ജോൺ, എൻ്റെ ഫ്രണ്ട്, മാനേജർ, കാര്യസ്ഥൻ, അങ്ങനെ എന്തും വിളിക്കാം. അപ്പൊ സ്വയം രാജ്യമായി പ്രഖ്യാപിച്ചില്ലേ? അതെ, സെറ്റപ്പ് മൊത്തം ഒരു തെലുങ്ക് എന്റർടൈൻമെന്റ് പടത്തിന്റെ മോളിലുണ്ട്. ഒരിക്കലും ഈ കാട്ടിൽ വഴിതെറ്റി വന്നാൽ നിങ്ങളാരും ഈ ക്യാൻഡിയെ മറക്കില്ല, എന്നെയും. അല്ലേ കൊച്ചേ? കിച്ചു, നീ എൻ്റെ കൂടെ വന്നേ. എനിക്കിനി ഒറ്റ പോകാൻ പേടിയാ. അയ്യോ, അതിനിവിടെ പേടിക്കാനൊന്നുമില്ല. നിങ്ങളൊന്നും പറയണ്ട. ഡാ വന്നേ. ഞാൻ ബാഗൊന്നും എടുക്കട്ടെ, പോയിട്ട് വരാട്ടാ. അപ്പോൾ മാഡം, ഈ കാട്ടിലൊറ്റയ്ക്കാണ് ഗസ്റ്റുകളൊന്നും വരാറില്ലെന്ന് പറഞ്ഞിട്ട് ഈ ജോൺ സാർ ഒരു സർപ്രൈസ് ആണല്ലോ. അതിന് ജോൺ ഗസ്റ്റ് അല്ലല്ലോ, ഇവൻ എൻ്റെ നിഴലല്ലേ. പക്ഷേ കാടുമലയൊക്കെ ആളൊറ്റയ്ക്കാണ് കയറി ഇറങ്ങുന്നത്. അതിനൊന്നും എനിക്ക് വയ്യട്ടോ. ഞാനും ഇവിടെ വല്ല വെടിയിറച്ചിക്ക് തിന്ന് രണ്ടെണ്ണം വിട്ട് ഇതാ ഇങ്ങനെ ഇരിക്കും. അതെനിക്ക് മനസ്സിലായി. എനിക്കെന്നും ഒരു 3 പെഗ് നിർബന്ധമാണ്. രാത്രിയിലെ ഇവിടുത്തെ തണുപ്പിന് ഇവനില്ലാതെ പറ്റില്ല. തനിക്കൊന്ന് ഒഴിക്കട്ടെ? അതിനെന്താ, എന്തിനും ഒരു തുടക്കത്തിന് മദ്യവും ലഹരിയൊക്കെയാണ് ബെസ്റ്റ്. അല്ലെങ്കിലും ഒരു കച്ചവടത്തിനാകുമ്പോൾ അങ്ങനെ തന്നെ ആകട്ടെ. ഈ പാതിരാത്രി എന്ത് കച്ചവടമാണ് ഡയമണ്ട് നടത്താൻ പോകുന്നത്? ഈ കച്ചവടത്തിന് മുമ്പ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു ചരിത്രത്തിലേക്ക് നമുക്ക് പോയാലോ ഗന്ധർവി? അല്ല, ക്യാൻഡി.
ഗന്ധർവിയോ? അതാരാ? നീ ഒറ്റ സിപ്പിന് ഫിറ്റായി പോയോ? അപ്പോൾ കാൻഡിയുടെ ജ്യൂസും ഇതും കൂടി ആയപ്പോൾ നിന്റെ ബോധം പോയോ? പൊട്ട. അല്ല മാഡം, ഞാനെല്ലാം അറിഞ്ഞു തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒരു സ്റ്റോൺ ഉണ്ട്, സുലൈമാനി സ്റ്റോൺ. അതെനിക്ക് വേണം. അതുകൊണ്ടേ ഞാൻ ഇവിടെ നിന്ന് പോവുള്ളൂ. വെറുതെ വേണ്ട, നല്ലൊരു വില തരാം. അപ്പോൾ നീ വഴിതെറ്റി വന്നതല്ല. എൻ്റെ പ്രതീക്ഷ തെറ്റിയില്ല. ആരോ പറഞ്ഞുണ്ടാക്കിയ ആ പഴയ ഗന്ധർവിയുടെ കഥയും വിശ്വസിച്ചാണോ നീ കാട് കയറി വന്നത്? എന്തായാലും ഗന്ധർവിയുടെ ആ കഥ ഞാനും കേട്ടിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ്. പക്ഷേ അങ്ങനെ ഒരു സ്റ്റോൺ എൻ്റെ കയ്യിലില്ല. നിനക്ക് തെറ്റി. ശരി, ഞാൻ വിശ്വസിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു വിലയില്ലാത്തേക്കല്ലേ എന്തിന് നിങ്ങളെ സുന്ദരമായ അരക്കെട്ടിൽ ഒളിപ്പിച്ചു വെക്കണം? ഇതൊരു സാധാരണ കല്ല. അത് വിട്. ഒരു ഗുണവുമില്ലാത്ത ഈ കല്ല് നിങ്ങളിങ്ങനെ കൊണ്ടു നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കണം. അതിന് ഞാൻ ഈ ജോണല്ല. അതുപോട്ടെ, ഞാൻ ആ കല്ലിന് നല്ലൊരു വിലയിടാം. 5 കോടി രൂപ, അതാണ് ഞങ്ങളുടെ വില. അതും ലിക്വിഡ് ക്യാഷായിട്ട്. എനിക്കതിൽ തർക്കമില്ല. ഡീൽ. മേഡത്തിന് അഭിപ്രായം പറയാം. ഞങ്ങൾക്കൊന്ന് ഡിസ്കസ് ചെയ്യണം. കിച്ചു, എനിക്ക് എന്താ ഇവിടെ ഭയങ്കര പേടിയാവുന്നു. ഇവിടെ വല്ലാത്തൊരു മൂഡ്. ആ ജോണിനെ ക്യാൻഡിയെ കണ്ടറിയാം എന്തോ പന്തിയേട് ഉണ്ടെന്ന്. പന്തിയേടൊന്നും കണ്ടെത്താൻ നീ നിൽക്കണ്ട. നീ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ടില്ലേ? അവരൊക്കെ നല്ല ആളുകളാണ്. പിന്നെ അയാളുടെ കള്ളലക്ഷണം അത് നീ വിട്ടുകളാ. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുത്താൽ മതിയായിരുന്നു. എന്തുണ്ടായാലും നമ്മൾ കട്ടയ്ക്ക് കൂടെയൊക്കെ ഒന്ന് വാക്ക് കൊടുത്തിട്ടില്ലേ? എനിക്കെന്തോ തോന്നൂടാ. എനിക്കിപ്പോൾ എന്തൊക്കെയോ തോന്നുന്നുണ്ട്. ഇതാ നിങ്ങൾ പറഞ്ഞ 5 കോടി രൂപ. ഇവനെ നമ്മൾ തെറ്റിദ്ധരിച്ചു അല്ലേ കാൻഡി? ഇനി ആ സ്റ്റോൺ നിനക്ക് സ്വന്തം. പക്ഷെ കുറച്ച് സമയം കൂടി നീ കാത്തിരിക്കണം. ഇത്രയും ജെനുവിനായിട്ടും നിങ്ങൾക്കിനിയും എന്താ താമസം? എല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് നടക്കട്ടെ. നീ പറയുന്നതൊക്കെ ഞങ്ങൾ വിശ്വസിക്കാം. പക്ഷേ ഞങ്ങൾ പറയുന്നത് കൂടി നീ കണക്കിലെടുക്കണം. പറയൂ. കാട്ടിലെ ഒരു ട്രൈബൽ കോളനിയിൽ നിന്നും ആദ്യം ഈ കല്ല് കയ്യിലെത്തിയപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള കഥയോടുള്ള ഫാസിനേഷൻ അത്രേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. പക്ഷേ ഇത് എൻ്റെ ശരീരത്തോട് ചേർന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ സൗഭാഗ്യങ്ങൾ, സംരക്ഷണം, അതുകൊണ്ട് ഇത് എന്നിൽ നിന്ന് വേർപ്പെടുത്തിയെടുക്കുന്നതിന് ഒരു കർമ്മം തന്നെയുണ്ട്. കർമ്മോ? എന്ത് കർമ്മം? നിങ്ങൾക്കിത് വിശ്വാസമുണ്ടോ? ഉണ്ടായിരുന്നില്ല. ബട്ട് റിച്വൽസ് മെയ്ഡ് മീ ഹൂ ഐ ആം നൗ. ഇന്ന് പൂർണ്ണചന്ദ്രനാണ്. മനസ്സിലായില്ല. ഇൻട്രിഗേറ്റ് റിച്വൽസ്, ദേഹവും ദേഹിയും സംഗമം. മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ പറയൂടെ? നിങ്ങൾക്കെല്ലാം മനസ്സിലാകും ഡയമണ്ട്. നേരെ പോയി കുളിച്ച് തയ്യാറായിക്കോളൂ. സമയമാവാറായി.